ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. കണ്ണീരൊഴുക്കിക്കൊണ്ട് രഘുകുലതിലകൻ പറഞ്ഞതു കേട്ടപ്പോൾ അടികൊണ്ട സർപ്പത്തെ പോലെ ക്രുദ്ധനായി ചീറിക്കൊണ്ട് ലക്ഷ്മണൻ തുടർന്നു. അവിടുത്തെ വൃദ്ധനായ അടിയൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ദുഃഖിക്കുകയോ സർവഭൂതനാഥനും ഇന്ദ്രസദൃശനുമായ അവിടുന്ന് അനാഥനെ പോലെ നെടുവീർപ്പിടുകയോ കോപാകുലനായ എൻ്റെ മൂർച്ച ഉള്ള ശരം വിരാതൻ്റെ മാറിടം പിളർക്കും. ആ രക്തം ഭൂമി പാനം ചെയ്യും. രാജ്യത്തിൽ അത്യാഗ്രഹിയാണെന്ന് വിചാരിച്ച് ഭരതനിൽ ഉണ്ടായ രോക്ഷം ഇവനിലാണ് പതിക്കുന്നത്. മാമലയിൽ ഇന്ദ്രൻ്റെ വജ്രം പതിച്ചതുപോലെ എൻ്റെ അസ്ത്രം ഇവനിൽ വീഴും. ചെവി വരെ വലിച്ച ഞാണിൽ നിന്ന് ഞാൻ അയക്കുന്ന മഹാശരം വിരാതൻ്റെ ദേഹത്തിൽ നിന്ന് ജീവൻ അപഹരിക്കും. തിരിഞ്ഞുകൊണ്ട് ഇവൻ ഭൂമിയിൽ പതിക്കും. അരണ്യാന്തർഭാഗം മുഴുവൻ മുഴങ്ങത്തക്ക വിധം വിരാതൻ വീണ്ടും പറഞ്ഞു, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുവിൻ. നിങ്ങൾ ആരാണ്? എങ്ങോട്ടാണ് പോകുന്നത്? ജ്വലിക്കുന്ന മുഖത്തോടെ ഇപ്രകാരം ചോദിച്ച രാക്ഷസനോട് തേജസ്വിയായ രാഘവൻ അരുളി ചെയ്തു, സദ്വൃത്തരായ ക്ഷത്രിയരാണ് ഞങ്ങൾ. വനവാസികളായ ഞങ്ങൾ. ദണ്ഡകാരണ്യത്തിൽ വിഹരിക്കുന്ന നീ ആരാണ്? നിന്റെ ചരിത്രം അറിയുവാൻ ആഗ്രഹമുണ്ട്. സത്യവിക്രമിയായ ശ്രീരാമനോട് വിരാതൻ തുടർന്നു, ഓഹോ, പറയാം. ഹേ രാജാവേ, രാഘവ, ജയൻ്റെ ഔരസപുത്രനാണ് ഞാൻ. അമ്മയുടെ പേർ ശതഹൃത എന്നാണ്. ഭൂമിയിലുള്ള രാക്ഷസന്മാരെല്ലാം എന്നെ വിരാതൻ എന്നാണ് വിളിക്കുന്നത്. തപസ്സുകൊണ്ട് ഞാൻ ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി. ശസ്ത്രങ്ങൾ കൊണ്ട് എന്നെ പിളർക്കുവാനോ മുറിക്കുവാനോ നിഗ്രഹിക്കുവാനോ സാധിക്കരുത് എന്ന വരം വാങ്ങി. ഈ പെണ്ണിനെ ആശിക്കാതെ ഉപേക്ഷിച്ച് വന്ന വഴി തിരിച്ച് ഓടിക്കൊള്ളുവിൻ. നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല. കോപത്താൽ കലങ്ങിയ കണ്ണുകളോടുകൂടി കാകുത്സൻ പാപമെന്തു ചെയ്യുവാനും മടിയില്ലാത്ത ആ അരക്കനോട് ഉത്തരമോദി, ചി, നിന്റെ ദുഷ്ടത! നീ മരണത്തെ മാടി വിളിക്കുകയാണ്. അവിടെ നിൽക്ക്. നിനക്ക് ജീവനോടുകൂടി യുദ്ധത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കുകയില്ല. മഹാപ്രഭുവായ ശ്രീരാമൻ വില്ലുകുലച്ച് മൂർച്ചയേറിയ ശരങ്ങളെ വേഗത്തിൽ രാക്ഷസന്റെ നേർക്ക് അയച്ചു. പൊൻപിടി ആർന്നതും പീലി വെച്ചതുമായ 7 അമ്പുകൾ ഗരുഡനും വായുവും പോലെ ശീഘ്രഗാമിയായവ വിരാതാംഗം പിളർത്തി. തീ പോലെയുള്ള രക്തം പാരിൽ പതിച്ചു. ശരങ്ങൾ കൊണ്ട് ദേഹം മുറിഞ്ഞ വിരാതൻ അതിക്രുദ്ധനായി സീതയെ ഭൂമിയിൽ വെച്ച് പെരും ശൂലമോങ്ങി ലക്ഷ്മണനോടുകൂടി നിൽക്കുന്ന ശ്രീരാമ സമീപത്തേക്ക് അലറിക്കൊണ്ട് അന്തകനെ പോലെ വായി തുറന്ന് ആ ദുഷ്ടനെത്തി. ഇന്ദ്രധ്വജം പോലെ ഉയർത്തിപ്പിടിച്ച ശൂലത്തോടു കൂടിയ രാക്ഷസദേഹത്തിലേക്ക് ജ്യേഷ്ഠാനുജന്മാർ നിശിതാസ്ത്രങ്ങൾ തുരുതുരെ വർഷിച്ചു. ബ്രഹ്മവര പ്രസാദത്താൽ അവനൊന്ന് നിവർന്ന് കുടഞ്ഞപ്പോൾ ശരങ്ങളെല്ലാം കൊഴിഞ്ഞു തുടങ്ങി. കാലാന്തക തുല്യനായ വിരാതൻ അലറി ചിരിച്ചു. ശ്വാസമടക്കി ശൂലമോങ്ങി ശ്രീരാമ ലക്ഷ്മണന്മാരോട് അടുത്തു. അഗ്നി പോലെ ആളുന്നതും മിന്നൽ പോലെ പ്രകാശിക്കുന്നതും ആകാശത്തിൽ ഉയർന്നിരിക്കുന്നതുമായ ആ ത്രിശൂലത്തെ അശ്രുഗോവിതനായ ശ്രീരാമൻ 2 അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു. വജ്രായുധമേറ്റ് മഹാമേരുവിൽ നിന്ന് അടർന്നു വീഴുന്ന പാറ പോലെ വിരാതൻ്റെ കയ്യിൽ നിന്നും ശൂലം മുറിഞ്ഞു വീണു. അടക്കുവാൻ കഴിയാത്ത കോപത്തോടെ പാഞ്ഞടുക്കുന്ന വിരാതനെ കാളസർപ്പം പോലെയുള്ള വാളുകളാൽ ദശരഥ നന്ദനന്മാർ അതിശക്തിയോടെ പെട്ടെന്ന് വെട്ടി. അതേറ്റിട്ടും യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത നിശാചരൻ ആ പുരുഷകേസരികളെ 2 കൈകളെ കൊണ്ടും ചുറ്റിപ്പിടിച്ച് പോകുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ചിന്താഗതി മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രൻ സോദരനോട് ഉടനെ പറഞ്ഞു, ഈ രാക്ഷസൻ നമ്മെ ഈ വഴിക്ക് കഴിയുന്നിടത്തോളം കൊണ്ടുപോയിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ അവനെ തോന്നിയ വഴിക്ക് പോകട്ടെ. നമുക്ക് പോകേണ്ടത് ഈ നിശാചരൻ പോകുന്ന ദിക്കിലേക്കു തന്നെയാണ്. അമിത ബലശാലിയായ അരക്കൻ ബലിഷ്ഠരായ കുമാരന്മാരെ 2 കൊച്ചു കിടാങ്ങളെ പോലെ പൊക്കിയെടുത്ത് തോളിലേറ്റി ഘോരഘോരം അലറിക്കൊണ്ട് ഗഹനമായ വനമധ്യത്തിലേക്ക് നടന്നു. കുറുക്കൻ, വ്യാളം തുടങ്ങിയ മൃഗങ്ങൾ നിറഞ്ഞതും ആകാശം മുട്ടത്തക്ക മാമരങ്ങളാൽ ഇടതൂർന്നതും പല പല പക്ഷിഗണങ്ങളാൽ വിചിത്രമായതും വങ്കാറിന് തുല്യവുമായ കാട്ടിലേക്ക് നക്തഞ്ചരൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ വഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നു. കുമാരന്മാരെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മൈഥിലി ഭംഗിയേറിയ കൈകളുയർത്തി കേണ് അപേക്ഷിച്ചു. മഹാരാജ ദശരഥൻ്റെ പുത്രനും സത്യസന്ധനുമായ ശ്രീരാമനെ ലക്ഷ്മണനോടുകൂടി ഇതാ ഘോരനായ ദൈത്യൻ കൊണ്ടുപോകുന്നു. ഹേ രാക്ഷസശ്രേഷ്ഠ, അനാഥയായ എന്നെ വ്യാളങ്ങളോ നരികളോ ചെന്നായികളോ തീർച്ചയായും കൊന്നു തിന്നും. രഘുനന്ദനന്മാരെ വിട്ട് എന്നെ കൊണ്ടുപോകണമെന്ന് തൊഴുത് അഭ്യർത്ഥിക്കുന്നു. വൈദേഹിയുടെ വിലാപവാക്കുകൾ കേട്ട് ശ്രീരാമ ലക്ഷ്മണന്മാർ നിഷ്ഠൂരനായ വിരാതനെ വധിക്കുവാൻ വെമ്പൽ കൊണ്ടു. ഭീമാകാരനായ വിരാതൻ്റെ ഇടത്തെ കൈ ലക്ഷ്മണൻ അനായാസേന വെട്ടിവീഴ്ത്തി. വലത്തെ കൈ ശ്രീരാമനും. കരങ്ങൾ അറ്റുവീണപ്പോൾ വങ്കാറിനൊത്ത രാക്ഷസൻ നടുക്കത്തോടെ വജ്രപാദത്താൽ മാമല പോലെ പെട്ടെന്ന് നിലത്ത് വീണു. മുഷ്ടികൾ കൊണ്ടും കാലുകൾ കൊണ്ടും മുട്ടുകൾ കൊണ്ടും കുമാരന്മാർ ആ അരക്കനെ ഇടിച്ചിടിച്ച് മർദ്ദിച്ച് അരച്ചു.
അനേകം അസ്ത്രങ്ങൾ തറച്ചു, വാൾ കൊണ്ട് വെട്ടേറ്റു, അനേകവിധം മർദ്ദനമേറ്റു. എന്നിട്ടും മരിക്കാത്ത രാക്ഷസനെ കണ്ട് ഭയമുള്ളവർക്ക് അഭയമേകുന്ന മഹാപ്രഭു ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു: ലക്ഷ്മണ, ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയ ഇവനെ ശസ്ത്രങ്ങളാൽ വധിക്കുവാൻ സാധിക്കുകയില്ല. യുദ്ധത്തിൽ ഒരാൾക്കും ഇവനെ ജയിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കുമാര, ഇവനെ കുഴിച്ചിടണം. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകേട്ട വിരാതൻ വിനീതനായി ആ പുരുഷോത്തമനോട് ഇപ്രകാരം പറഞ്ഞു: പ്രഭോ, അജ്ഞതയാൽ അവിടുത്തെ ആദ്യം ഞാൻ അറിഞ്ഞില്ല. ഇന്ദ്രതുല്യ ബലവാനായ അവിടുന്ന് എന്നെ കൊന്നുകഴിഞ്ഞു. സ്നേഹസ്വരൂപിയായ അവിടുന്ന് കൗസല്യാദേവിയുടെ പുത്രനാണെന്നും ലക്ഷ്മണകുമാരൻ സുമിത്രാദേവിയുടെ നന്ദനാണെന്നും ജാനകീദേവി ജനക മഹാരാജ ഋഷി സുധയാണെന്നും എനിക്ക് മനസ്സിലായി. കൊടിയ രാക്ഷസരൂപിയായി ഞാൻ തീർന്നത് കുബേരൻ്റെ ശാപത്താലാണ്. തുമ്പുരു എന്ന പേരോടുകൂടിയ ഗന്ധർവനായിരുന്നു ഞാൻ. ശാപമോചനം അഭ്യർത്ഥിച്ച് പ്രസാദിപ്പിച്ചപ്പോൾ യശസ്വിയായ കുബേരൻ ഇപ്രകാരം അരുളി ചെയ്തു: ദശരഥപുത്രനായ ശ്രീരാമൻ എന്നാണോ യുദ്ധത്തിൽ നിന്നെ വധിക്കുന്നത്, അന്ന് ഗന്ധർവ രൂപത്തിൽ ഇങ്ങോട്ട് വരാം. വിരാതൻ തുടർന്നു: അപ്സരസായ രംഭയുടെ വിലാസങ്ങളിൽ മുഴുകിയ ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. എൻ്റെ കർത്തവ്യ നിർവഹണത്തിന് കൃത്യസമയം എത്താനപ്പോൾ പെരുമാൾ വൈശ്രവണൻ തന്ന ശാപം ഇതാ അവസാനിച്ചു. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ശത്രുനാശകരായ നിങ്ങൾക്ക് നല്ലത് ഭവിക്കട്ടെ. ഇവിടെ നിന്ന് 1.5 കാതം വഴി ദൂരെ ധാർമ്മികനും സൂര്യസന്നിഭനും പ്രതാപവാനുമായ ഋഷീന്ദ്രൻ ശരഭംഗൻ താമസിക്കുന്നുണ്ട്. മാമുനിയെ നിങ്ങൾ കാണണം. സർവ്വവിധ നന്മകളും ആ മഹർഷിവര്യനാൽ നിങ്ങൾക്ക് ഉണ്ടാകും. എന്നെ ഒരു കുഴിയിലിട്ട് മൂടി സസുഖം അവിടുന്ന് പോവുക. മരിച്ച രാക്ഷസന്മാർക്ക് ശാശ്വത സുഖം ലഭിക്കുവാൻ കുഴിച്ചു മൂടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിത്യലോകം പോകും. ഇപ്രകാരം പറഞ്ഞ വിരാതൻ മരിച്ച പോലെ കിടന്നു. ശരപീഡിതം ആണെങ്കിലും ശരീരം അനങ്ങാതെ സ്വർഗം പ്രാപിച്ചതുപോലെയായി. ശ്രീരാമചന്ദ്രൻ അനുജനോട് ആജ്ഞാപിച്ചു: ലക്ഷ്മണ, ആനയ്ക്ക് എന്നതുപോലെ വലിയൊരു കുഴി ഇവിടെ ഉണ്ടാക്കൂ. രൗദ്ര കർമ്മ നിരതനായിരുന്ന ഈ ദുഷ്ടരാക്ഷസന്റെ ആഗ്രഹപ്രകാരം മൂടണം. മഹാപ്രഭു വിരാതന്റെ കഴുത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് കുഴി വെട്ടുവാൻ കുമാരനോട് പറഞ്ഞു. വിരാതൻ വീണു കിടക്കുന്നതിന് സമീപത്തായി പാര, കൈക്കോട്ട് എന്നിവ കൊണ്ട് ലക്ഷ്മണൻ വലിയൊരു കുഴി വേഗത്തിൽ തീർത്തു. ഘോരഘോരം അലറുന്ന നക്തഞ്ചരനെ ഉരുട്ടി കുഴിയിലിട്ടു. അതുല്യ ബലവാനും യുദ്ധത്തിൽ യാതൊരാൾക്കും ചെറുത്തു നിൽക്കുവാൻ സാധിക്കാത്തവനുമായ വിരാതനെ ഉരുട്ടിയിട്ടത് ഏറ്റവും സന്തോഷത്തോടെയാണ്. ദേവന്മാരുടെ ശത്രുവും ആയുധങ്ങളാൽ അവധ്യനുമായ നിശാചരനെ നരപുങ്കവന്മാരായ കുമാരന്മാർ അവൻ്റെ ആഗ്രഹമനുസരിച്ച് പറഞ്ഞതുപോലെ കല്ലുകളിട്ട് മൂടി. അവൻ്റെ അലർച്ച കാടുകളെ കിടുകിട വിറപ്പിച്ചു. രോമാഞ്ചത്തോടെ കുഴിയിൽ വീണ ആ ഭയങ്കര നിശാചരനെ ഇങ്ങനെ നിഗ്രഹിച്ച് മഹാവനത്തിലുള്ളവർക്ക് അഭയമേകി സന്തുഷ്ടരായ സീതാദേവിയെ സ്വീകരിച്ചു. ശ്രീരാമലക്ഷ്മണന്മാർ ആ വൻകാട്ടിൽ ചന്ദ്രസൂര്യന്മാർ വിഹായസിലെന്ന പോലെ പ്രശോഭിച്ചു. ഘോര രാക്ഷസനായ വിരാതനെ വധിച്ച് സീതാദേവിയെ ആശ്വസിപ്പിച്ച് ശ്രീരാമചന്ദ്രൻ തമ്പി സൗമിത്രിയോട് അരുളി ചെയ്തു: ക്ലേശകരവും ദുർഗമവും ആണ് ഈ നാട്. നമ്മൾ വനവാസം ചെയ്തവരും അല്ല. അതുകൊണ്ട് വേഗത്തിൽ ശരഭംഗ മഹർഷീന്ദ്രനെ പോയി കാണുക. സഹോദരനോടും ധർമ്മപത്നിയോടും കൂടി രാഘവൻ ദേവദേവ തേജസ്സുത്ത ശരഭംഗാശ്രമ സമീപത്തിൽ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. തേജസ് കൊണ്ട് സൂര്യാഗ്നി തുല്യനായ സുരനായകൻ തേരിൽ നിന്ന് ഇറങ്ങി ദേവസമൂഹത്തോടൊപ്പം ഭൂസ്പർശം ചെയ്യാതെ നിൽക്കുന്നു. ശോഭയേറുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് വെൺപട്ടുടുത്ത് അതുപോലെയുള്ള അനേകം മഹാന്മാരാൽ ആദരിക്കപ്പെട്ട് ദേവേന്ദ്രൻ വിളങ്ങുന്നു. പച്ചവർണ്ണ കുതിരകളോടുകൂടിയ തേർ വാനിടത്തിൽ ഉദയസൂര്യനെ പോലെ കാണുന്നു. വെൺകാർ മധ്യത്തിൽ വിളങ്ങുന്ന പൂർണ്ണചന്ദ്രനെ പോലെയുള്ള വെൺകൊറ്റക്കുട വിചിത്രമാല്യങ്ങളാൽ മിന്നിത്തിളങ്ങുന്നു. തനി തങ്കപ്പിടിയിട്ട വെൺചാമരം 2 സുരയുവതികൾ ശിരസിന് മുകളിൽ വീശിക്കൊണ്ടിരിക്കുന്നു. ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷിവര്യന്മാർ തുടങ്ങിയവർ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. തേജസ്സേറിയ ആ ദേവൻ ശരഭംഗനോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട ശ്രീരാമന് ആളെ മനസ്സിലായി. ദേവേന്ദ്രനെ അറിഞ്ഞ ദാശരഥി അനുജനോട് അരുളി ചെയ്തു: ലക്ഷ്മണ, തേജസ്സും ശ്രീയുമൊത്തു ചേർന്ന് ആ അത്ഭുതം കാണൂ. പ്രകാശമേകുന്ന ഭാസ്കരദേവനെ പോലെ ആകാശത്തിലിതാ ഒരു രഥം നിൽക്കുന്നു. സുരേന്ദ്രൻ്റെ കുതിരകളെപ്പറ്റി നാം മുമ്പ് തന്നെ കേട്ടിട്ടില്ലേ? ആ ദിവ്യാശ്വങ്ങളാണ് ആകാശത്തിൽ കാണുന്നത്. സംശയമില്ല. ഇതാ ആ തേരിന് ചുറ്റും 100 കണക്കിന് യുവാക്കന്മാർ പരികം പോലെയുള്ള കൈകളോടും വിരിഞ്ഞ മാർത്തട്ടോടും രക്തവർണ്ണ വസ്ത്രം ധരിച്ച് രത്നകുണ്ഡലങ്ങൾ അണിഞ്ഞ് നരികളെ പോലെ ആർക്കും അടക്കുവാൻ കഴിയാത്തത്ര ശൂരതയോടുകൂടി നിൽക്കുന്നു. ജാജുല്യങ്ങളായ മുത്തുമാലകൾ എല്ലാവരുടെയും മാറിടങ്ങളിൽ കാണുന്നു. 25 വയസ്സിൽ അധികം ഏതൊരാൾക്കും മതിക്കുവാൻ സാധിക്കില്ല. അമരന്മാരുടെ വയസ്സ് ഏതു കാലത്തും ഇതാണ്. സീതയെ പരിപാലിച്ച് ഒട്ടിട നേരം ഇവിടെ നിൽക്കൂ. ഈ വന്നത് ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് അറിയട്ടെ.
ജാനകിദേവിയെയും സൗമിത്രയെയും അവിടെ നിർത്തി ശ്രീരാമദേവൻ വരുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ സ്വകാര്യമായി ശരഭംഗ മാമുനിയോട് പറഞ്ഞു, ദാശരഥി രാമൻ ഇതാ ഇങ്ങോട്ട് വരുന്നു. എന്നോട് സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ മുഴുമിപ്പിക്കട്ടെ. എല്ലാ ജയങ്ങളും സിദ്ധിച്ചതിനു ശേഷം രാഘവനെ അധികം താമസിക്കാതെ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ലോകത്തിലുള്ള ഏതൊരാൾക്കും സാധിക്കാത്ത കർമ്മങ്ങൾ ചിലത് ശ്രീരാമന് ചെയ്യുവാനുണ്ട്. അത് കഴിയട്ടെ, എന്നിട്ടാകാം ഞാൻ കാണുന്നത്. ഇങ്ങനെ മാമുനിയെ മാനിച്ച് യാത്ര ചൊല്ലി തേരിലേറി ശത്രുനാശകനായ ദേവേന്ദ്രൻ വാനുലകം പൂകി. ഉംബർകോൻ പോയി സപരിവാരനായി അഗ്നിഹോത്രത്തിൽ ഇരുന്ന് അരുളുന്ന ശരഭംഗ മഹർഷീന്ദ്ര സമീപത്തിലേക്ക് രഘുകുല തിലകൻ അണഞ്ഞു. സീതാലക്ഷ്മണ സമേതനായ ദേവൻ ഋഷിവര്യൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി. യതിശ്രേഷ്ഠനാൽ മാനിതനായി അനുവാദത്തോടെ ഇരുന്ന് ശ്രീരാമൻ ഇന്ദ്രൻ്റെ ആഗമനത്തെപ്പറ്റി ആരാഞ്ഞു. ശരഭംഗൻ പറഞ്ഞു, വരദാന തൽപരനായ ദേവേന്ദ്രൻ എന്നെ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നതാണ്. അതിഘോര തപസ്സുകൊണ്ട് ശചീപതി സംതൃപ്തനായിരിക്കുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടാതിഥിയായ അങ്ങ് അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിനാൽ അങ്ങയെ കാണാതെ ഞാൻ ബ്രഹ്മലോകത്തിലേക്ക് പോയില്ല. ഹേ പുരുഷോത്തമ, ധർമാത്മാവും മഹാത്മാവുമായ അങ്ങയെ കണ്ടു ഞാനിനി ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. ഹേ രഘുനന്ദന, നിത്യങ്ങളും ഉത്തമങ്ങളുമായ ലോകങ്ങൾ ഉഗ്ര തപസ്സുകൊണ്ട് പലതും ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതുകളെല്ലാം ഇഹലോകത്തിലും പരലോകത്തിലേക്ക് അങ്ങേക്ക് ലഭിക്കുമാറാകട്ടെ. അവയെല്ലാം സ്വീകരിച്ചാലും. സർവശാസ്ത്ര പാരംഗതനും പുരുഷവ്യാകൃതനുമായ ശ്രീരാമചന്ദ്രൻ ഋഷീശ്വരൻ്റെ വാക്കുകേട്ട് ഉത്തരമോദി. അവിടുന്ന് അരുളി ചെയ്തതുപോലെ സർവ്വലോകങ്ങളും ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. ഭഗവാനെ, ഈ വൻകാട്ടിൽ പത്നിയോടും സോദരനോടും കൂടി താമസിക്കുവാനുള്ളൊരു സ്ഥലം പറഞ്ഞു തന്നാൽ നന്ന്. മഹാവിജ്ഞാനിയായ ശരഭംഗൻ ഇന്ദ്രതുല്യ പ്രഭാവങ്ങളോടുകൂടിയ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ തുടർന്നു, രാമ, അമിത ശോഭയോടുകൂടിയ സുതീഷ്ണൻ എന്ന യതീന്ദ്രൻ ഈ കാനനത്തിൽ പാർക്കുന്നുണ്ട്. ധർമ്മിഷ്ഠനായ അദ്ദേഹം അങ്ങേക്ക് നന്മയരുളും. രമ്യമായ ഈ വനത്തിൽ പരിപാവനമായ സ്ഥലത്ത് ഇരുന്ന് സുതീഷ്ണൻ തപസ്സു ചെയ്യുകയാണ്. അങ്ങേക്ക് അർഹമായ പാർപ്പിടം ആ മുനീന്ദ്രൻ നിർദ്ദേശിച്ചു തരും. ഇതാ ഈ മന്ദാകിനി നദിയുടെ ഒഴുക്കിനനുസരിച്ച് നേരെ പൊയ്ക്കൊള്ളൂ. പുഷ്പസമൂഹാലംകൃതമായ പൊങ്ങുതടി നദീതീരത്തിൽ കാണാം. രാമ, അങ്ങോട്ട് പോകുവാനുള്ള വഴി അതാണ്. സ്നേഹസ്വരൂപിയായ നരശാർദൂലമേ, അല്പനിമിഷങ്ങൾ എന്നെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കണേ. സർപ്പം വള അഴിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ഈ ശരീരത്തെ വിട്ട് വാനുലകത്തിലേക്ക് പോവുകയായി. ദിവ്യയതിവര്യനായ ശരഭംഗൻ്റെ പുരോഭാഗത്തിൽ അഗ്നി ആളിക്കത്തി മന്ത്രപൂർവം നൈഹോമിച്ചു. ഒരു സരസിലേക്കെന്ന പോലെ ശരഭംഗ മാമുനി അഗ്നിമധ്യത്തിലേക്ക് പ്രവേശിച്ചു. വളരെ വർഷങ്ങളോളം പഴക്കം ചെന്ന തൊലിയും കേശരോമാദികളും കരിഞ്ഞു. രക്തത്തോടു കൂടിയ മാംസം ദഹിച്ചു. അസ്ഥിസഞ്ചയമെല്ലാം അല്പനിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പൽ മാത്രമായി മാറി. അത്ഭുതകരമായ ആ അഗ്നിപ്രവേശം സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമചന്ദ്രനെ കൂടി ആശ്ചര്യപ്പെടുത്തി. അഗ്നികുണ്ഡത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ശരഭംഗ മഹർഷീശ്വരൻ ഉയർന്നത് ഒരു കുമാരൻ്റെ ദേഹമാർന്നിട്ടായിരുന്നു. ചെന്തീതുല്യ തേജസ്സോടുകൂടിയ ആ ശരീരം മഹായജ്ഞങ്ങൾ ചെയ്തവർക്കും മാമുനീന്ദ്രന്മാർക്കും അമരവരന്മാർക്കും സ്വാധീനമായ ലോകങ്ങളെ കൂടി പിന്നിട്ട് ബ്രഹ്മലോകത്തിലേക്ക് ഇടിമിന്നൽ പോലെ പോയി മറഞ്ഞു. പരിവാരങ്ങളോട് കൂടി നിൽക്കുന്ന വിധാതാവിനെ ആ ബ്രഹ്മർഷി ശ്രേഷ്ഠൻ സുവ്യക്തമായി കണ്ടു. ബ്രാഹ്മണോത്തമനായ ശരഭംഗന് സ്വാഗതം ഓതിക്കൊണ്ട് ബ്രഹ്മാവ് പ്രസന്നചിത്തനായി സ്വസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. ഭഗവാൻ ശരഭംഗം സത്യലോകം പൂകിയ ശേഷം അനേകം ബ്രഹ്മർഷി വര്യന്മാർ ജാജ്വല്യമാനനായ ശ്രീരാമദേവൻ്റെ സമീപം അണഞ്ഞു. അതികഠിന തപസ്സു ചെയ്യുന്നവരാണവർ. തപസ്സിൻ്റെ പല പതനത്തിലുമെത്തിയ അവരിൽ വൈഗാനസർ, ബാലകില്യർ, സംപ്രാക്ഷളർ, മരീചിപ്പർ, അനേമശ്മകട്ടർ, ധാർമ്മികമായ വൃക്ഷപത്രാശനർ, പുല്ലു തന്നെ ഉരലാക്കിയവർ, കഴുത്തുവരെ വെള്ളത്തിൽ നിൽക്കുന്നവർ, ഗാത്രശയ്യർ, ശയിക്കാത്തവർ, പർണശാലയ്ക്ക് വെളിയിൽ നിൽക്കുന്നവർ, വെള്ളം മാത്രം ഭക്ഷിക്കുന്നവർ, വായുഭക്ഷണം മാത്രമുള്ളവർ, ഭൂസ്പർശം ചെയ്യാതെ നിൽക്കുന്നവർ, മാർദ്ദവം ഇല്ലാത്ത ഭൂഭാഗത്ത് കിടക്കുന്നവർ, ഇന്ദ്രിയയമനം ചെയ്തവർ, ശുദ്ധ ഉപവാസക്കാർ, ഈറൻ വസ്ത്രം മാത്രം ധരിക്കുന്നവർ, ജപശീലന്മാർ, സദാസമയം തപോനിഷ്ഠയിൽ ഇരിക്കുന്നവർ, പഞ്ചാഗ്നി മധ്യത്തിൽ ഇരിക്കുന്നവർ, ഇങ്ങനെ ബ്രഹ്മതേജസ്സേറിയ യോഗൈക നിരതരായ മാമുനിമാർ ശ്രീ ശരഭംഗാശ്രമത്തിൽ നിൽക്കുന്ന സീതാലക്ഷ്മണ സമേതനായ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ കണ്ടു. ദൃഢമനസ്കരായ ആ ധർമ്മജ്ഞർ ധാർമ്മിക ബീജവും മഹത്തുക്കളായ
ധർമ്മങ്ങളെല്ലാം അറിയുന്ന മഹാപ്രഭുവായ ശ്രീരാഘവനോട് അഭ്യർത്ഥിച്ചു. ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ മഹാരഥനായ അങ്ങ് ഇക്ഷ്വാകു വംശത്തിനും ഈ ഭൂമിക്കും പ്രധാന നാഥനാണ്. അങ്ങയുടെ യശസ്സും പരാക്രമ പ്രൗഢിയും 3 ലോകത്തിലും പരന്നിട്ടുണ്ട്. പിതൃഭക്തി, സത്യം, ധർമ്മം ഇവയുടെ പൂർണ്ണരൂപമാണ് അങ്ങ്. ധർമ്മജ്ഞനും ധാർമ്മികനും മഹാത്മാവുമായ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളൊരു അപേക്ഷ സമർപ്പിക്കുന്നത് പ്രഭുവായ അങ്ങ് ക്ഷമിച്ച് കൈക്കൊള്ളണം. 1/6 നികുതിയായി വാങ്ങുന്ന രാജാവ് സ്വസന്താനങ്ങളെപ്പോലെ പ്രജകളെ കാത്തുരക്ഷിക്കാതിരുന്നാൽ അധർമ്മമാണ്. സ്വന്തം പ്രാണനെയും ആത്മജന്മാരെയും പോലെ നാട്ടാരെ വിഷമങ്ങളേതും സ്വയം സഹിച്ച് രക്ഷിക്കേണ്ടത് നൃപൻ്റെ കടമയാണ്. അത് ചെയ്യുന്നവൻ്റെ കീർത്തി അനേക വർഷങ്ങൾ നിലനിൽക്കും. സ്വർഗത്തിലും അദ്ദേഹം മാന്യനാണ്. വനമധ്യത്തിൽ കായ്കനികൾ ഭക്ഷിച്ച് വൻ തപസ്സിലിരിക്കുന്ന തപസ്സികളുടെ 1/4 ധർമ്മം പ്രജാ പരിരക്ഷണം ചെയ്യുന്ന ഭൂമിപന് ഉള്ളതാണ്. രാമ, വനമധ്യത്തിൽ അനേകം ബ്രാഹ്മണർ അങ്ങയെ നാഥനായി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രാക്ഷസ സമ്മർദ്ദം ഏൽക്കുന്ന ഞങ്ങൾ ഇന്ന് അനാഥരെ പോലെ ആയിരിക്കുന്നു. കുമാര, ഇങ്ങോട്ട് പോരൂ. ഇതാ അനേകം ബ്രാഹ്മണരെ വധിച്ചിട്ട അസ്ഥികൂടങ്ങൾ കൂടിക്കിടക്കുന്നത് നോക്കൂ. പമ്പയുടെയും മന്ദാകിനിയുടെയും തീരവാസികളായ ബ്രഹ്മജ്ഞന്മാരുടെ ഗതിയാണിത്. ചിത്രകൂട പർവ്വതവാസികൾക്കും അരക്കർ അർത്തലാണ് ഏകുന്നത്. ഈശ്വര ധ്യാന നിരതന്മാരായവരെ ഇത്തരത്തിൽ നിശാചരന്മാർ ഉപദ്രവിക്കുന്നത് സഹിക്കുവാൻ സാധിക്കുന്നില്ല. ഘോരകർമ്മങ്ങൾ മാത്രമാണ് അരക്കന്മാർ അരണ്യത്തിൽ എപ്പോഴും ചെയ്യുന്നത്. പ്രഭോ, ശരണാഗത വത്സലനായ അങ്ങയെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. അഭയമേകുവാൻ അങ്ങയെപ്പോലുള്ള മറ്റൊരു ആളില്ലെന്നതും ഞങ്ങൾക്കറിയാം. രാമ, രാക്ഷസോപദ്രവം ഏൽക്കുന്ന ഞങ്ങളെ രക്ഷിക്കണേ. അവിടുന്നില്ലാതെ ഈ ഭൂമിയിൽ രാക്ഷസന്മാരിൽ നിന്ന് ആരാണ് ഞങ്ങളെ രക്ഷിക്കുക? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.